അതെ അതെ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, EMT. എല്ലാവരും ഓക്കെ അല്ലേ? മഴയൊക്കെ ഉണ്ടോ? ഓക്കെ അല്ലേ എല്ലാവരും? സേഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, എല്ലാരും ഓക്കെ ആയിട്ടിരിക്കണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? മഴയൊക്കെ ഉണ്ടോ? സേഫ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, വായിച്ചൊക്കെ നോക്കിയല്ലോ? ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഓക്കെ, നമ്മള് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് റെക്കോർഡ്സ് ആണ്. ഓക്കെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട, സൂക്ഷിച്ചു വെക്കേണ്ട ചില റെക്കോർഡ്സ് ഉണ്ട്. അതാണ് താഴെ പറയുന്നത് കേട്ടോ. ആദ്യത്തേത് പേഷ്യന്റ് റെക്കോർഡാണ്. പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും. പേഷ്യൻസിന്റെ കണ്ടീഷൻസ്, അവരുടെ പേര്, അവരുടെ ബേസിക് ഡീറ്റെയിൽസ്, അവരുടെ രോഗത്തിന്റെ കണ്ടീഷൻ എന്താണ്, അവരുടെ അവസ്ഥ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു റിപ്പോർട്ടാണ് എന്ത് പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ ആണ്. ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാഷ്വാലിറ്റിയിലാണ്. ഹോസ്പിറ്റലുകളിലെ കാഷ്വാലിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ ഡെത്ത് ഉണ്ടാവുക, ഓക്കെ, മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഫോമുകളും കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാകും? ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. രോഗിയുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെട്ട, അതായത് രോഗിയെ കാഷ്വാലിറ്റിയിൽ നമ്മൾ ഒരു ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പ്രവേശിപ്പിക്കുമ്പോൾ അപ്പൊ തുടങ്ങി എന്ത് ചെയ്യും? നമ്മൾ ആ രോഗിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ആ രോഗിക്ക് ഓരോ മിനിറ്റിലും ചെയ്യേണ്ട ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എന്താണ്? റെക്കോർഡുകളായിട്ട് സൂക്ഷിച്ചു വെക്കും. അതാണ് ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ് എന്ന് പറയുന്നത്. ദെൻ റെഫറൽ റെക്കോർഡ്. ഇപ്പൊ രോഗിയെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, അതായത് രോഗിയെ കൊണ്ടുവന്നിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, റെഫർ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ, എവിടേക്കാണ് രോഗിയെ കൊണ്ടുപോയത്, എന്താണ് രോഗിയെ കൊണ്ടുപോകാനുള്ള കാരണം, അതൊക്കെ അടങ്ങിയതാണ് എന്ത്? റെഫറൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ കൊണ്ടുവരുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും എവിടെ ഉണ്ടാകും? ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. റെഫറല് രണ്ട് തരമുണ്ട്. റെഫർ ഔട്ട് ഉണ്ട്, റെഫർ ഇൻ ഉണ്ട്. റെഫർ ഔട്ട് എന്ന് പറഞ്ഞാല് രോഗി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ത്? റെഫർ ഔട്ട് എന്ന് പറയുന്നത്. റെഫർ ഇൻ എന്ന് പറഞ്ഞാല് രോഗിയെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? 4 കാര്യങ്ങൾ പറഞ്ഞു. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? പേഷ്യന്റ് റെക്കോർഡ്, അതുപോലെ തന്നെ കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, then observation and follow up record, then referral record. അടുത്തത് ട്രീറ്റ്മെന്റ് റെക്കോർഡാണ്. ഓക്കെ, ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാല് രോഗിയുടെ ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള റെക്കോർഡ്. രോഗിയെ നെബുലൈസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ രോഗിക്ക് വെന്റിലേറ്റർ കൊടുക്കുകയാണെങ്കിലോ അങ്ങനെ രോഗിക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ ഒരു വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള റെക്കോർഡാണ് എന്ത്? ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൈനർ OT റെക്കോർഡ്സ്. മൈനർ OT റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ സർജറികളൊക്കെ ചെയ്യില്ലേ, മൈനർ ആയിട്ടുള്ള സർജറീസ് ഒക്കെ ചെയ്യില്ലേ ഓപ്പറേഷൻ തിയേറ്ററിൽ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡാണ് മൈനർ OT റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. രോഗിക്ക് ചെറിയ ചെറിയ സർജറികളൊക്കെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡാണ് മൈനർ ഓപ്പറേഷൻ തിയേറ്റർ റെക്കോർഡ്. ഓക്കെ, ദെൻ ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ.
ഇൻസിഡന്റ് ഫോംസ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഡാമേജ് ആവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ, ഇപ്പൊ ഡാമേജ് ആയിട്ടുള്ള ഉപകരണങ്ങള്, അതുപോലെ തന്നെ അത് എന്താ പറയാ ശരിയാക്കാൻ വന്നിട്ടുള്ള ആളുകളുടെ അവരെത്ര സമയം കൊണ്ട് അത് ആ ഒരു എക്യുപ്മെന്റ് റെഡിയാക്കി, ഇനി ആ എക്യുപ്മെന്റ് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പുതിയത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡാണ് ഇത് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്ററുകൾ വരുന്നത് കേട്ടോ. എക്യുപ്മെന്റ് ഡാമേജ് ആയി, എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് വരുന്നത്, ആ ഇൻസിഡന്റ് റിപ്പോർട്ട് വരുന്നത്. Then attendance registers of all categories of staff. Okay. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ജീവനക്കാരുടെയും എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകളും അവിടെ വർക്കിംഗ് ആണല്ലോ, അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ, അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ, അങ്ങനെയുള്ള വിവരങ്ങളും കാര്യങ്ങളും എവിടെ ഉണ്ടായിരിക്കണം, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. ദെൻ രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് എക്സെട്ര. അതുപോലെ തന്നെ ഈ കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ഡോക്ടർമാരുടെ എന്താ പറയാ രജിസ്റ്ററും കാര്യങ്ങളും, അവരുടെ വിവരങ്ങളും മറ്റും. അതുപോലെ തന്നെ അവിടേക്ക് വരുന്ന സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാകും, മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഒരു വിഭാഗത്തിലേക്ക് വരുന്ന മറ്റു ഡോക്ടേഴ്സ് ഉണ്ടാകും, അവരുടെയും രജിസ്റ്ററും മറ്റും ഇവിടെ കീപ്പ് ചെയ്തിരിക്കണം, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കീപ്പ് ചെയ്തിരിക്കണം. Then all documents, example admission card, case sheet, drug chart, death certificate forms. അതുപോലെ തന്നെ രോഗിയുടെ അഡ്മിഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകള്, അതുപോലെ കേസ് ഷീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, ദെൻ ഡ്രഗ് ചാർട്ട്, രോഗിയുടെ മരുന്ന് ഉപയോഗം, എന്തൊക്കെ മരുന്നുകളാണ് രോഗിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന്റെ വിവരങ്ങള്, അതുപോലെ തന്നെ രോഗിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം. ഓക്കെ, അതായത് ഒരു രോഗി മരിച്ചു കഴിഞ്ഞാല് അവിടെ നിന്ന് നമുക്ക് തരുമല്ലോ ഒരു ഫോം തരും, ആ ഫോം നമ്മൾ ഫിൽ ചെയ്ത് ആ ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കും. അവിടെ നിന്നാണ് നേരിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും ഡെത്ത് രജിസ്റ്റർ, അതായത് ആ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടുക. ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മളത് ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അവരാണ് എന്ത് കൊടുക്കുന്നത്, ഈ ഒരു പഞ്ചായത്ത് തലത്തിലായാലും മുനിസിപ്പാലിറ്റി തലത്തിലായാലും നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡി ആകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫോം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അടുത്തത് MLC records with all the diagnostic and investigation results and kept under lock and key under CMO casualty. MLC റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ അന്വേഷണ കാര്യങ്ങളും, അതായത് MLCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ അന്വേഷണങ്ങളും മറ്റും അതിന്റെ രേഖകൾ സൂക്ഷിച്ചു വെക്കേണ്ടത് ആരാണ്, കാഷ്വാലിറ്റിയിലെ CMO ആണ്. ഓക്കെ, CMO എന്ന് പറഞ്ഞാല് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ CMO എന്ന് പറയുമ്പോൾ അത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ അവരായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, MLCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സൂക്ഷിച്ച് വെക്കേണ്ടത്. അവരുടെ അണ്ടറിലായിരിക്കണം ആ രേഖകള് സൂക്ഷിച്ചു വെക്കേണ്ടത്. ഓക്കെ, MLC എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. മെഡിക്കോ ലീഗൽ കേസിനെയാണ് നമ്മൾ MLC എന്ന് പറയാം, മെഡിക്കോ ലീഗൽ കേസ്. ഓക്കെ, മെഡിക്കോ ലീഗൽ കേസ് പലതരത്തിലുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. മെഡിക്കോ ലീഗൽ കേസസ് ലൈക്ക് ആക്സിഡന്റ് ആൻഡ് ട്രോമ. ഓക്കെ, ആക്സിഡന്റുകള് അതുപോലെ ട്രോമ ഇതൊക്കെ എന്തായിട്ടാണ് വരുന്നത്, MLC കേസുകളായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുപോലെ അസാൾട്ട് ആക്രമണങ്ങൾ എന്താണ്, MLC ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ദെൻ റേപ്പ് പീഡനങ്ങള് MLC ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ദെൻ പോയ്സണിങ് വിഷം കൊടുക്കുക, ഓക്കെ, വിഷം കൊടുത്ത് കൊല്ലാനൊക്കെ ശ്രമിക്കുക, അതൊക്കെ എന്തായിട്ടാണ് വരുന്നത്, MLC ആയിട്ടാണ് വരുന്നത്. ദെൻ അൺകോൺഷ്യസ് ബ്രോഡ് ഡെഡ് ഷുഡ് ബി സ്റ്റാമ്പഡ് ആസ് MLC. പിന്നെ അതുപോലെ തന്നെ ബോധം കെട്ട് കൊണ്ടുവരുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീണ്ടും മരിക്കാൻ ഇടവരിക, അങ്ങനെയുള്ള കേസുകളൊക്കെ എന്തായിട്ടാണ് വരുന്നത്, MLC ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതൊരു 2-3 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്, ഒരു റിയൽ ഇൻസിഡന്റ് ആണ്. ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു, കുഞ്ഞിന് ബോധമില്ല. ഓക്കെ, അതായത് ബോധമില്ലാതെയാണ് വരുന്നത്. വരുമ്പോ ആ ഹോസ്പിറ്റൽ വിഭാഗം ചോദിക്കുമല്ലോ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമല്ലോ. അപ്പൊ കുഞ്ഞിന്റെ അമ്മ പറയാണ്, കുഞ്ഞ് പെട്ടെന്ന് ബോധം കെട്ട് വീഴുക ചെയ്തെന്ന് പറയാണ്. കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞ്, പെട്ടെന്ന് ബോധം കെട്ട് വീണു.
ഓക്കെ, അപ്പോ അവരാദ്യം തന്നെ എന്താണ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു, അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കൊണ്ടുവന്നത്. ശേഷം കുഞ്ഞിനെ എന്ത് ചെയ്തു, റിസസിറ്റേഷൻ ഏരിയയിൽ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് ആദ്യം തന്നെ ആ പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ഫർദർ ട്രീറ്റ്മെന്റ് ആരംഭിക്കേണ്ടതെന്ന് നമ്മള് എന്താണ് ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ഏരിയ ആണ് എന്ത് റിസസിറ്റേഷൻ ഏരിയ. കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയതിനു ശേഷം കുഞ്ഞിന് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു സ്കിൽഡ് ആയിട്ടുള്ള നഴ്സുമാരും അതുപോലെ ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ കുഞ്ഞിനെ ആദ്യം ഒരു ചെക്ക് ചെയ്തു. കുഞ്ഞിന് ബോധം കെട്ടാണ് വീണതെന്നാണല്ലോ അമ്മ പറഞ്ഞിരിക്കുന്നത്. ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിന്റെ തലക്ക് ഗുരുതരമായ പരിക്കുണ്ട്, കൂടാതെ ശരീരഭാഗങ്ങളിലൊക്കെ എന്തുണ്ട്, മാരകമായ പരിക്കേറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവർക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി, കുഞ്ഞ് വെറുതെ വീണ് ബോധം വിട്ട് വന്നതല്ല, കുഞ്ഞിനെന്തോ ഇവര് ആക്രമിച്ചിട്ടുണ്ട്, അതായത് അസാൾട്ടിൽ പെടുത്തുക, അതായത് ആക്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഉടനെ തന്നെ ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് CMOയെ ഇൻഫോം ചെയ്തു, അതായത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെ ഇൻഫോം ചെയ്തു. അദ്ദേഹം ഉടനെ തന്നെ ലോക്കൽ പോലീസിനെ ഇൻഫോം ചെയ്തു. ഓക്കെ, ലോക്കൽ പോലീസിനെ ഇൻഫോം ചെയ്തതിനു ശേഷം പോലീസ് വന്ന് എന്ത് ചെയ്തു, അന്വേഷണം ആരംഭിച്ചു, അമ്മയെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അമ്മ ചോദ്യം ചെയ്യലിൽ പറഞ്ഞതാണ് കുട്ടിയെ കട്ടിലിന്റെ സൈഡില് വെച്ചിട്ട് കുട്ടി എന്ത് ചെയ്തു, ഇവര് മാരകമായിട്ട്, അതായത് കുട്ടിയുടെ തലയ്ക്ക് പരിക്കേൽപ്പിച്ചു, കൊല്ലാനായിട്ട് ശ്രമിച്ചതാണ് കുട്ടിയെ. പക്ഷെ ആ ഒരു നിമിഷത്തിൽ എന്താണ്, അതായത് പരിക്കേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വബോധം വീണ്ടെടുക്കണം, തന്റെ കുഞ്ഞാണല്ലോ എന്ന് ഓർത്ത് ഇവർക്ക് വീണ്ടും ആ ഒരു ബോധം വരികയാണ്. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ ഇരിക്കുന്നവരാരല്ല, പൊട്ടന്മാരല്ല അല്ലെ, അവർക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാവും, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത്. അവര് പെട്ടെന്ന് തന്നെ ആ ഒരു പോലീസിന് ഇൻഫോം ചെയ്തു. ദെൻ CMO എന്ന് പറയുന്ന ആള് ഈ ഒരു കേസ് MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്ത് അവിടുത്തെ ലോക്കറിൽ സൂക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് MLC കേസുകൾ വരുന്നത്. അതിപ്പോ എന്ത് തന്നെയായാലും ഇപ്പൊ ഒരു പോയിസണിങ് ആയിക്കോട്ടെ, ദെൻ എന്താ പറയാ സാൾട്ട് ആയിക്കോട്ടെ, റേപ്പ് ആയിക്കോട്ടെ, ഇത് തന്നെ എന്ത് വരുന്നത് അതൊക്കെ MLC കേസുകളായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അടുത്തുണ്ടായതാണ്, 2 ദിവസം മുമ്പാണ് തോന്നുന്നു, 2-3 ദിവസം മുമ്പായിരുന്നു. അതായത് അയൽപ്പക്കത്തുള്ള ആളെ ആക്രമിച്ചു, അതായത് ഒച്ചത്തിൽ ഭയങ്കരമായിട്ട് പാട്ട് വെച്ചതിന് അത് പറഞ്ഞിട്ട് അയൽപ്പക്കത്തെ ആളെ ആക്രമിച്ചു. ഓക്കെ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, MLC കേസുകളായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് MLC കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. സ്റ്റാമ്പ് ചെയ്യും, MLC എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സ്റ്റാമ്പ് ഉണ്ട്, അതായിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടാണ് ഈ രേഖകളും മറ്റും എന്ത് ചെയ്യുന്നത്, അവിടെ സൂക്ഷിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ എന്താണ് MLC എന്ന്? കണക്ഷൻ കിട്ടിയില്ലേ? ഓക്കെ, ദെൻ അടുത്തത് പോലീസ് ഇന്റിമേഷൻ ബുക്കാണ്. പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, അതായത് ഇങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ കേസിലും മറ്റും നമുക്ക് പോലീസിന്റെയും കോടതിയുടെയും സഹായം നമുക്ക് വേണ്ടി വരും. അങ്ങനെയുള്ള ഒരു ഇതില് പോലീസുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, അവർ ഇൻഫോം ചെയ്യാനുള്ള നമ്പറുകൾ, അവരുടെ കാര്യങ്ങളൊക്കെ എന്താണ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ബുക്ക് ഉണ്ട്. ആ ഒരു ബുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? റെക്കോർഡ്സ് വരെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നോക്കാം ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് വിച്ച് ആർ. എന്തൊക്കെ ഫങ്ഷൻസ് ആണ്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് അവർക്കുള്ളത്, എന്തൊക്കെ കടമകളാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് തരാനുള്ളത്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിങ് മെഡിക്കൽ കെയർ, അതായത് അടിയന്തരമായി ജീവൻ രക്ഷിക്കാനുള്ള മെഡിക്കൽ കെയർ കൊടുക്കുക. അത്യാഹിത വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളവരാണ് ഇവിടെ വരുന്നത്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം, അവരുടെ ജീവൻ നിലനിർത്തണം അല്ലെ. അപ്പൊ അടിയന്തരമായി ജീവൻ രക്ഷിക്കാനുള്ള മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷനിൽ വരുന്നത്. ദെൻ രണ്ടാമത്തെ ഫംഗ്ഷൻ to liaise with the courts and police in medico-legal cases whenever required. Okay, ആവശ്യമെങ്കിൽ മെഡിക്കോ ലീഗൽ കേസുകളിൽ കോടതി, പോലീസ് എന്നിവയുമായി ബന്ധം സൂക്ഷിക്കുക.
ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു MLC കേസുകളിൽ എന്താണ് നമുക്ക് പോലീസിന്റെയും അതുപോലെ തന്നെ കോടതിയുടെയും ഹെൽപ്പ് വേണ്ടി വരും. അപ്പൊ അവരുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ സ്ഥാപിക്കുക എന്നുള്ളത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തേത് ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസ് ഫോർ പ്രീ ഹോസ്പിറ്റൽ കെയർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻസ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. അതായത് ആംബുലൻസ് സർവീസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പ് എന്താണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ആളുകളെ എത്തിക്കാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊരുക്കി കൊടുക്കണം നമ്മള് ആംബുലൻസ് സർവീസ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മള് പ്രൊവൈഡ് ചെയ്യണം. Okay, then to fulfill the role of information and communication center, especially during disasters. Okay, അതായത് എന്താ പറഞ്ഞത് ഇവിടെ അതായത് ഒരു ഡിസാസ്റ്റർ സമയത്ത് നമുക്കറിയാല്ലേ, അതായത് ദുരന്തം, ഇപ്പൊ ഒരു ദുരന്തം കഴിഞ്ഞിട്ടുള്ള 2 ദിവസമായിട്ടുള്ള വയനാട് ഉരുൾപൊട്ടൽ നടന്നിട്ട് അതൊരു ഡിസാസ്റ്റർ ആണ്. ഡിസാസ്റ്റർ സമയത്ത് ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, നമുക്കറിയാം, അതായത് ആളുകള് നമ്മളിപ്പോ കണ്ടുവരുന്നതാണ് ന്യൂസുകളിൽ. കാരണം കുറെ അധികം ആളുകൾ മരിക്കാനിടയായി, കുറെ അധികം ആളുകളുടെ ബന്ധുക്കളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഓക്കെ, അപ്പോ അവരെന്ത് ചെയ്യാണ്, ഹോസ്പിറ്റലുകളിലെ കാഷ്വാലിറ്റി വിഭാഗമാണ് എന്ത് ചെയ്യുന്നത്, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്, ആളുകളെ കണ്ടെത്താൻ, ഐഡന്റിഫൈ ചെയ്യാൻ. ഇനി ബന്ധുക്കളെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവരുടെ ഇൻഫോർമേഷൻസ് ന്യൂസ് ചാനലുകൾക്കും മറ്റും കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആര് പ്രവർത്തിക്കുന്നുണ്ട്, ഈ ഒരു കാഷ്വാലിറ്റി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഡിസാസ്റ്റർ സമയത്ത് ഒരു ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരുടെ ഫംഗ്ഷനാണ്, ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? 4ാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം നമുക്ക് ഇൻസിഡന്റ് നടന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, then 5ാമത്തേത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ഓക്കെ, അതായത് അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പരിശീലനം, അതുപോലെ അവരുടെ റിസർച്ച് ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള് ഒരുക്കി കൊടുക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകള്, എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകള്, റിസർച്ച് ആക്ടിവിറ്റീസ്, അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, പിന്തുണ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്തില് വരുന്നത്, ഫങ്ഷൻസ് ഓഫ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസിൽ വരുന്നത് കേട്ടോ. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, എപ്പോഴും നമുക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതിലാണ് കേട്ടോ. ബാക്കിയൊക്കെ പിന്നീടാണ് വരുന്നത്. ജീവിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ലൈഫ് എത്രയും പെട്ടെന്ന് സേവ് ചെയ്യുക, ദുരന്ത സമയത്തോ അല്ലെങ്കിൽ ആക്സിഡന്റ് സമയത്തോ ഒക്കെ എന്താണ് എത്രയും പെട്ടെന്ന് അവർക്ക് മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷനിൽ വരുന്നത്. പിന്നെ മെഡിക്കൽ ലീഗൽ കേസുകളിൽ പോലീസുമായിട്ടും കോടതിയുമായിട്ടും എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുക. അവരുടെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരും. ദെൻ ആംബുലൻസ് സർവീസ് ഒരുക്കി കൊടുക്കുക രോഗികൾക്ക്. ദെൻ എന്താ പറയാ, ഡിസാസ്റ്റർ സമയത്ത് ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡർ ആയിട്ട് പ്രവർത്തിക്കുക. ലാസ്റ്റ് വൺ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, അതുപോലെ റിസർച്ച് ആക്ടിവിറ്റീസ് അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കായിട്ട് ഒരുക്കി കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഫങ്ഷൻസ്. അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുവർ. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ പ്രവർത്തിക്കുന്ന, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് അല്ലെ. ആ വിഭാഗം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യേണ്ട ചില കർത്തവ്യങ്ങളുണ്ട്, ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതാണ് അടുത്തതിൽ പറയുന്നത്. First one, the ED must be organized and administrated to meet the healthcare needs of its population. അതായത് അവിടെ വരുന്ന രോഗികളുടെ ആവശ്യങ്ങള് മീറ്റ് ചെയ്യാൻ പാകത്തിലുള്ളതായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, രോഗികൾ വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരുന്ന രോഗികളുടെ ആവശ്യങ്ങൾ നമുക്ക് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് മീറ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ളതായിരിക്കണം അവിടുത്തെ ഒരു ഓർഗനൈസേഷൻ. അത് ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അത്തരത്തില് ഓർഗനൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ 2ാമത്തെ പോയിന്റ്,
ഓപ്പറേഷൻ ഓഫ് ED മസ്റ്റ് ബി ഗൈഡഡ് ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് രേഖാമൂലം എഴുതിയിരിക്കുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് രേഖാമൂലം എഴുതിയിരിക്കുന്ന നയങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടായിരിക്കണം. നമ്മൾ നഴ്സിംഗ് ഏതോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തോ പഠിച്ചാണ്. അതായത് ആളുകൾ എന്ത് ചെയ്യില്ല, ഓപ്പറേഷൻ തിയേറ്ററിലായാലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും എന്താണ്, വലിയൊരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യില്ല, കടത്തിവിടില്ല അല്ലെ. കൃത്യമായിട്ടുള്ളൊരു പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പിന്തുടരുന്നതുകൊണ്ടാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, നടപ്പിൽ വരുത്തുന്നത്. ഓക്കെ, മൂന്നാമത്തേത് മെഡിക്കൽ ആൻഡ് ദ നഴ്സിംഗ് ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ along with appropriate integration of ancillary services must ensure quality and safety in ED. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് മെഡിക്കൽ നഴ്സിംഗ് പ്രൊഫഷണൽസിന്റെ ഇടപെടൽ EDയില് ക്വാളിറ്റി ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ടീമും അതുപോലെ പ്രൊഫഷണൽസ് ഒക്കെ വർക്കിംഗ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ. അപ്പൊ അവരുടെ ഇന്ററാക്ഷൻസ്, അവരുടെ ഇടപെടലുകൾ കൊണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിരിക്കണം. അതായത് നല്ലൊരു ക്വാളിറ്റി ഓഫ് സർവീസ് അവിടെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ്, appropriateness of emergency care continually monitored and evaluated. ഓക്കെ, അതായത് എമർജൻസി കെയറിലുള്ള രോഗികളെ നമ്മൾ ഏത് സമയം എന്ത് ചെയ്യണം, തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം, അവരെ മോണിറ്റർ ചെയ്യുകയും അവരെ ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. അവരുടെ കണ്ടീഷൻ എപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഡെത്ത് സംഭവിക്കാൻ വരെ ഇടവരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, അവരെ ഇവാലുവേറ്റ് ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഒരുക്കി കൊടുക്കേണ്ടത്. Then അടുത്ത പോയിന്റ്, the medical director should oversee all aspects of the practice of emergency medicine in ED. അതുപോലെ തന്നെ മെഡിക്കൽ ഡയറക്ടർ EDയിലെ എമർജൻസി മെഡിസിൻ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിരിക്കണം. അതായത് ED മെഡിക്കൽ ഡയറക്ടർ എന്ത് ചെയ്യണം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങള്, അവിടുത്തെ പരിശീലനങ്ങള്, അവിടെ ഡോക്ടേഴ്സ് കൊടുക്കുന്ന സേവനങ്ങള്, അതുപോലെ തന്നെ അവിടെ മെഡിസിൻസും കാര്യങ്ങള് എങ്ങനെയാണ് രോഗികൾക്ക് അവരെ കൊടുക്കുന്നത്, അവരെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഡയറക്ടർ വന്ന് ഇടയ്ക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, then അടുത്തത്, all new staff members should get a formal orientation program that addresses. അവിടെ വരുന്ന ഓരോ പുതിയ എംപ്ലോയീസിനും വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ നടത്തണം. ഓക്കെ, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പുതിയൊരു സ്റ്റാഫ് എന്ന രീതിയിൽ അവരെ കൊണ്ട് ചെയ്യാനുതകുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ആർക്ക് കൊടുക്കണം, ഈ ഒരു പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിന് ഒരു ഓറിയന്റേഷൻ, ഒരു ബോധവൽക്കരണം നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ദ മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ആ ഹോസ്പിറ്റലിന്റെ ദൗത്യം അല്ലെങ്കിൽ ആ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്തിരിക്കണം. ഓരോ ഡിപ്പാർട്ട്മെന്റും, ഹോസ്പിറ്റലിലെ ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ എന്തിനു വേണ്ടിയിട്ട് ബോധവൽക്കരണം കൊടുത്തിരിക്കണം, എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ മിഷൻ എന്ന് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം അവരിൽ വളർത്തിയെടുക്കണം. ഓരോ ഹോസ്പിറ്റൽസിനും ഓരോ ലക്ഷ്യങ്ങൾ, ഓരോ മിഷൻസ് ആണ് ഉണ്ടാവുക. അതിനനുസരിച്ച് അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ പ്രവർത്തിപ്പിക്കാനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റെസ്പോൺസിബിലിറ്റി എടുക്കണം. ഓക്കെ, then standard operating procedures of the ED. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ നടപടിക്രമങ്ങളെ കുറിച്ചും വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ നടപടിക്രമങ്ങളാണ്. വ്യക്തമായിട്ടൊരു എന്താ പറയാ, അത് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അത് നടപ്പിലാക്കേണ്ടത് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, then responsibility of each member of ED staff. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളുടെയും റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് സ്റ്റാഫുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും ആരാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ,
Then staff must improve their professional knowledge and skill. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന മെമ്പർമാർ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകള് അവരുടെ നോളജ്, പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജുകളും സ്കില്ലുകളും വളർത്താനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ആര് ചെയ്തു കൊടുക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ. Then triage and screening of each patient must be performed by a physician or trained or with the EMT. അതായത് ഓരോ പേഷ്യന്റിന്റെയും ട്രയാജും സ്ക്രീനിങ്ങും നടത്തേണ്ടത് ഫിസിഷ്യൻ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള EMT, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. അതുപോലെ തന്നെ RN കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആർന്ന് മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നും കൂടി ഉണ്ട് കേട്ടോ. രജിസ്ട്രേർഡ് നേഴ്സ്, അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഇവരെന്താണ്? സ്കിൽ നേടിയിട്ടുള്ള ആളുകളാണ്, കൂടുതൽ വൈദഗ്ധ്യമുള്ള ആളുകളാണ്. ഇവരാണ് രോഗികളുടെ ട്രയാജും സ്ക്രീനിങ് ഒക്കെ നടത്തിയത്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ അവർ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്, രോഗികൾ വന്നാൽ ഇവരെന്തൊക്കെയാണ് പെട്ടെന്ന് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് കൊടുത്തിരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. Then eligible and appropriate medical records must be established for each individual. കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകള് രോഗിക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. അയാളുടെ അതായത് പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡില് കറക്ഷൻ, അതായത് തെറ്റുകളൊന്നും പാടില്ലാതെ നല്ല കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെജിബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് രോഗിക്ക് സൂക്ഷിച്ചിരിക്കണം. ഓക്കെ. ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇക്കാര്യങ്ങളിലൊക്കെ ഉറപ്പുവരുത്തേണ്ടത്. Then the minimum set of SOPs should be available for. അതുപോലെ തന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പിന്തുടരുന്ന ചില നടപടിക്രമങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആദ്യം മുതൽ അവർ ചെയ്യുന്നത്, രോഗി വന്നാല് എങ്ങനെയാണ് അവരെ വെൽക്കം ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് കടന്നു പോകുന്നതെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഒന്നും കൂടി പറയണോ? 11th പോയിന്റ് അല്ലേ? ഓക്കെ. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അവിടെ വരുന്ന രോഗികളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പാകത്തിന് ഓർഗനൈസ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. രണ്ടാമത്തത് ഒരു എന്താ പറയാ, ED എന്ന് പറയുന്നത് അത് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അത് എന്തായാലും അവിടെ ഉണ്ടായിരിക്കണം. ദെൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ രോഗിയുടെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ടത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ എപ്പോഴും അതായത് ആ ഒരു എന്താ പറയാ എമർജൻസി കെയർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഡയറക്ടർ വന്നിട്ട് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന മെഡിസിൻസ് പിന്നെ അതിന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ പുതിയ സ്റ്റാഫുകൾ അവിടെ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ നമ്മൾ കൊടുത്തിരിക്കണം. ദെൻ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മിഷൻ എന്ന് വ്യക്തമാക്കിയിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സിൽ EDയില് ഫോളോ ചെയ്യണം. ഓരോ സ്റ്റാഫുകളുടെയും റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവരെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാഫുകള് അവര് നേടേണ്ട പ്രൊഫഷണൽ നോളജിനെ കുറിച്ചും സ്കില്ലിനെ കുറിച്ചും അവർക്ക് അറിവുണ്ടായിരിക്കണം. ദെൻ പ്രയർ സെഷനിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു രജിസ്ട്രേർഡ് നഴ്സ് അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഇവരുടെ രണ്ടുപേരുടെയും സേവനം രോഗികളുടെ ട്രയാജും സ്ക്രീനിങ്ങും നടത്തേണ്ടത് ഈ ഒരു ഇതിൽ പരിശീലനം ട്രയാജ് സെക്ഷനിൽ പരിശീലനം ലഭിച്ച RNഉം EMTയും ആണ്. ഓക്കെ. ദെൻ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കണം. അതുപോലെ തന്നെ മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. SOPs എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ് എന്നാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ. ഇവിടെ നോക്കിയാൽ ഞങ്ങൾ ആദ്യം എന്താ അവര് ചെയ്യുന്നത്,
ആദ്യം പേഷ്യന്റിനെ റിസീവ് ചെയ്യുക ചെയ്യുന്നത്. പേഷ്യന്റ് ഒരു ആക്സിഡന്റ് ആയിട്ടൊരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുന്നു, അവരെ സ്വീകരിക്കുന്നു. ദെൻ രജിസ്ട്രേഷൻ ഓഫ് പേഷ്യന്റ്, അവരെ രജിസ്റ്റർ ചെയ്യുന്നു. ദെൻ ട്രയേജ് ഓഫ് പേഷ്യന്റ്, ട്രയേജ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. അതായത് കെയർ കൊടുക്കുന്നത് സോർട്ട് ചെയ്യുന്നതാണ് ട്രയേജ് എന്ന് പറയുന്നത്. ട്രയേജ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ആവശ്യമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. അത് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ആവാം ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്കാവും എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യാണ്, റിസീവ് ചെയ്യുന്നു, ദെൻ രജിസ്റ്റർ ചെയ്യുന്നു, ദെൻ ട്രയേജ് നടത്തുന്നു, ദെൻ ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ്, റഫറൽ ഓഫ് ദ പേഷ്യന്റ്. ഇവിടെ ഞാൻ പറഞ്ഞു എന്താണ്, ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണെങ്കിൽ എന്താണ് അവിടെ ഷിഫ്റ്റിംഗ് നടത്തുന്നത്. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന ഒരു രോഗിയാണെങ്കിൽ അദ്ദേഹത്തിന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അദ്ദേഹത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. ഇനി റഫറൽ ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എന്ത്, റഫറൽ ഓഫ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റ് എന്ത് ചെയ്യാണ്, ഡിസ്ചാർജ്, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടീഷൻ ഓക്കെ ആയി വരുമ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ദെൻ ബ്രോട്ട് ഇൻ ഡെഡ് കേസസ്, മരിച്ചുകൊണ്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതായത് അവിടെ എത്തിക്കുമ്പോഴത്തേനും മരണം സംഭവിക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് ബ്രോട്ട് ഇൻ ഡെത്ത് കേസസ് എന്ന് പറയുന്നത് കേട്ടോ. മരിച്ചുകൊണ്ട് വരുന്ന കേസസ് ആണെങ്കിൽ പ്രത്യേകം ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയർ അവിടെ ഉണ്ടാകും, അതനുസരിച്ചിട്ടാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കോഡ് ബ്ലൂ. ഓക്കെ, എന്താണ് കോഡ് ബ്ലൂ? കോഡ് ബ്ലൂ എന്താ, കോഡ് ബ്ലൂ, കോഡ് ബ്ലൂ എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എന്താണ് കോഡ് ബ്ലൂ? കാർഡിയാക്കാണ് കോഡ് ബ്ലൂ അല്ലെ. എങ്ങനെയാണ് കോഡ് ബ്ലൂ, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവിടെ ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് കോഡ് ബ്ലൂ? അറിയില്ല അല്ലെ. ഓക്കെ, ഞാൻ തന്നെ പറയട്ടെ എന്ന്, എന്താ കോഡ് ബ്ലൂ എന്ന്. ഓക്കെ, കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് കാർഡിയാക് അറസ്റ്റ് ആണ്. ഓക്കെ, കോഡ് ബ്ലൂ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്ന പോലെ ഒരാൾ കമന്റ് ചെയ്തിരുന്നു, കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ്, എന്താണ് ഈ സംഭവം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതായത് ഞാൻ പറഞ്ഞു കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ് ആണ്. അപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റ് വരികയാണ്, ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ എന്താണ്, ഉടനെ തന്നെ ഹോസ്പിറ്റലുകളിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യും. സാധാരണ ഒരു മൈക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് അതായത് ഈ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാല് കാർഡിയാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ മൊത്തം എവിടെ വരും, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരും. ഓക്കെ, ആളുകൾ മാത്രമല്ല എക്യുപ്മെന്റ്സും എവിടെ ഉണ്ടാകും, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കോഡുകൾ എന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു കാർഡിയാക് അറസ്റ്റുമായിട്ട് പെട്ടെന്ന് ഒരു രോഗി വരികയാണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ രോഗി വരികയാണ്, ഉടനെ തന്നെ അവിടെ ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു രോഗി ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാല് ഉടനെ തന്നെ മൈക്കിൽ നമുക്ക് അനൗൺസ്മെന്റ് കേൾക്കാം, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്. അങ്ങനെ 3 പ്രാവശ്യമാണ് എന്ത് പറയുന്നത്, ഈ അനൗൺസ്മെന്റ് വരുന്നത്. അനൗൺസ്മെന്റ് 3 പ്രാവശ്യം വന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഡിയാക് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകള്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ അവിടെ സജ്ജമാകും ഈ ഒരു പേഷ്യന്റ് അടുത്ത്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉടനെ തന്നെ എന്ത് വരും, ഇതൊക്കെ സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള കോഡുകള് ഹോസ്പിറ്റലിൽ ആക്ടിവേറ്റ് ചെയ്യും. ക്ലിയർ ആയോ കോഡ് എന്താണെന്ന്? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ് ആണ്, അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി പലതരത്തില് വേറെയും ചില കോഡുകൾ ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ വേറെയും ചില കോഡുകൾ എന്താണെന്ന്? ഒന്ന് കമന്റ് ചെയ്തേ, കമന്റ് ചെയ്തേ. അറിയില്ല. കോഡ് ബ്ലൂ എന്നത് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാത്രമാണ്. ഓക്കെ, ഇപ്പൊ അതായത് നമുക്കിപ്പോ ഒരു ദുരന്തം ഉണ്ടായില്ല, ഞാൻ നേരത്തെ പറഞ്ഞു വയനാട് ദുരന്തം ഉണ്ടായി അല്ലെ. ആ സമയത്ത് ആളുകളെ എത്തിക്കുന്നത് എവിടേക്കാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നേ, ഹോസ്പിറ്റലുകളിലെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കുന്നേ, അവിടെ ആ അപകടം നടന്നിട്ടുള്ള
ആളുകളെ എത്തിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാ? കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എമർജൻസി റൂമുകൾ. ഓക്കെ, ഇവിടേക്കാണ് എത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഇതൊരു ഡിസാസ്റ്റർ ആണ്. ഓക്കെ, ഇതൊരു ഡിസാസ്റ്റർ ആണ്. അപ്പൊ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോഡ് ഉണ്ട്. ഓക്കെ, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഡാണ് കോഡ് ഓറഞ്ച് എന്ന് പറയുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ എത്തിക്കുന്ന രോഗികൾ, അതായത് ഇങ്ങനെ ചില രോഗികൾ അവിടെ വന്നിട്ടുണ്ടെന്ന് ഉടനെ തന്നെ ഇൻഫോർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ്, ഇപ്പൊ 1-2 പേരല്ല, ധാരാളം പേര് അവിടെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ഇവർക്ക് ഓൾറെഡി അറിയാൻ പറ്റും, കാരണം ഇങ്ങനെ വരുന്ന പേഷ്യന്റ് ആണ് ഇവിടെ കൂടുതലുള്ളതെന്ന്. ഇനി ആദ്യമായിട്ടാണ്, അതായത് ദുരന്തം നടന്ന ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറുകൾക്കുള്ളിലാണ് ആദ്യമായിട്ട് അവർ പേഷ്യന്റിനെ എത്തിക്കുന്നതെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല, കാരണം അതാ പെട്ടെന്നാണ് ഈ ദുരന്തം നടന്നത് അല്ലെ. അപ്പൊ ആദ്യമായിട്ട് ചെല്ലുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും? കോഡ് ഓറഞ്ച് ആക്ടിവേറ്റ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻസ് അവിടെ വരുമ്പോൾ കോഡ് ഓറഞ്ച് ആക്ടിവേറ്റഡ്, കോഡ് ഓറഞ്ച് ആക്ടിവേറ്റഡ്, ഓറഞ്ച് ആക്ടിവേറ്റഡ് എന്ന് തരും 3 ടൈംസ് പറയും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആ പേഷ്യന്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ സജ്ജമാക്കും. ഓക്കെ, അപ്പൊ കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ ആണ്. ഓക്കെ, ദെൻ കോഡ് റെഡ് ഉണ്ട്. കോഡ് റെഡ് എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത്. കോഡ് റെഡ് എന്തായിരിക്കും? എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? കോഡ് റെഡ് എന്തിനു വേണ്ടിയിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കോഡ് റെഡ് ഫയർ കേട്ടോ. കോഡ് റെഡ് ആണെങ്കിൽ ഫയർ ആണ്. ഓക്കെ, ദെൻ കോഡ് യെല്ലോ. കോഡ് യെല്ലോ, കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ് ആണ് കേട്ടോ. ഒരു പേഷ്യന്റിനെ മിസ്സിംഗ് ആയെന്ന് വിചാരിക്കുക. ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പേഷ്യന്റിനെ മിസ്സായെന്ന് വിചാരിക്കുക. അപ്പൊ അവര് കൊടുക്കുന്ന അലർട്ട് കോഡ് യെല്ലോ ആണ് കേട്ടോ. കോഡ് യെല്ലോ. ദെൻ കോഡ് പിങ്ക്. കോഡ് പിങ്ക്. കോഡ് പിങ്ക് പീഡിയാട്രിക്സ് ആണ്. ഓക്കെ, പീഡിയാട്രിക്സ് കേട്ടോ, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പീഡിയാട്രിക്സ് ആണ് കോഡ് പിങ്ക് എന്ന് പറയുന്നത്. ദെൻ കോഡ് ബ്ലാക്ക്. പലതരത്തിലുള്ള കോഡുകൾ ഉണ്ട് കേട്ടോ. കോഡ് ബ്ലാക്ക്. കോഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് ബോംബ് ത്രെട്ട് ആണ്. ബോംബ് ത്രെട്ട്. ഓക്കെ, ഹോസ്പിറ്റലുകളിലൊക്കെ ബോംബ് ഭീഷണി, ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ഉടനെ തന്നെ അവിടുത്തെ എന്താണ് ആ ഒരു പെട്ടെന്ന് തന്നെ രക്ഷാ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അവിടെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ കോഡ് ബ്ലാക്ക് ആണ് ബോംബ് ത്രെട്ട്. ദെൻ കോഡ് ഗ്രീനും കൂടി ഉണ്ട്. കോഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഇവാക്യുവേഷൻ ആണ്, ഒഴിപ്പിക്കൽ. ഓക്കെ, കോഡ് ഗ്രീന് ഇവാക്യുവേഷൻ ആണ്, ഒഴിപ്പിക്കൽ. ഒഴിഞ്ഞു പോകാനായിട്ടാണ് പറയുന്നത്. ഹോസ്പിറ്റൽ കെട്ടിടത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടുമുള്ള ആളുകള് എത്രയും പെട്ടെന്ന് അവിടെ ലീവ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം കോഡുകള്. കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കോഡ് റെഡ് ഫയർ ആണ്. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ് ആണ്. കോഡ് ബ്ലാക്ക് ബോംബ് ത്രെട്ട് ആണ്. കോഡ് പിങ്ക് പീഡിയാട്രിക്സ് ആണ്. കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടോ? ദെൻ മെഡിക്കോ ലീഗൽ കേസ്. അടുത്തത് കോഡ് ബ്ലൂ കഴിഞ്ഞിട്ട്, അപ്പൊ കോഡ് ബ്ലൂ എന്താ? കാർഡിയാക് അറസ്റ്റ് ആണ് അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് മെഡിക്കോ ലീഗൽ കേസ്. ഓക്കെ, മെഡിക്കോ ലീഗൽ കേസുകളിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പിന്തുടരേണ്ട ചില ഫോളോ അല്ലെ, ചില നടപടികളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. ഉടനെ തന്നെ പോലീസിനെ വരുത്തേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്. ഇതൊക്കെ എന്തിലാണ്? സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ഇപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത്, അവരുടെ ബോഡി ആർക്കാണ് വിട്ടുകൊടുക്കേണ്ടത്, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് SOPs എന്ന് പറയുന്നത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ SOPs എന്ന് പറയുന്നത് റിസീവിംഗ് ദ പേഷ്യന്റ്, രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്, ദെൻ ട്രയേജ് ഓഫ് ദ പേഷ്യന്റ്, shifting transfer within the hospital, then referral of the patient, then discharge of the patient, then brought in dead cases, then code blue, medico legal cases, clinical protocols.
ദെൻ അടുത്തത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ക്വാളിറ്റി എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ നോക്കുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റീസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നാണ് അവിടെ നോക്കുന്നത്. ഈ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ നോക്കുന്നത്. അതിന് എത്രയാണ് ഒരു എന്താ പറയാ, നമുക്ക് എങ്ങനെ മാർക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. എന്തൊക്കെ അളവ്, അതായത് എന്തൊക്കെ മെഷർമെന്റ് എടുത്തിട്ടാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് മാർക്ക് ഇടാനായിട്ട് പറ്റുക. ഓക്കെ, നല്ലൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണോ, അത് നല്ല രീതിയിൽ ഫംഗ്ഷൻ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് താഴെയുള്ള ഘടകങ്ങള് നോക്കിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ഫസ്റ്റ് വരുന്നത് അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ് ആണ്. അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്, അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ എത്ര പേരെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതാണ് അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. ഞാൻ ഒന്നുകൂടി പറയാം. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് വരുന്ന പേഷ്യൻസിനെ, അതിനകത്ത് വരുന്ന പേഷ്യൻസ് എത്ര പേര് മുൻകൂട്ടി അതായത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാതെ എത്ര പേരെ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ദുരന്ത സമയമൊക്കെ ആണെങ്കിൽ എന്താണ്, അത് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊന്നല്ല ആളുകൾ വരുന്നത്. അപ്പൊ അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ആളുകളെ അവര് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ രക്ഷപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എത്ര സമയം രോഗികൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അവിടെ വരുന്ന രോഗികൾക്ക് എത്ര പേർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കുറെ നേരം ചെലവഴിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ചില രോഗികളാണെങ്കിൽ 24 മണിക്കൂറൊക്കെ കിടത്തുന്നുണ്ടാവുള്ളൂ. ചില രോഗികളാണെങ്കിൽ ചിലപ്പോ 5 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ അല്ലെങ്കിൽ എന്താ പറയാ 1 മാസമൊക്കെ അവിടെ കിടക്കേണ്ടി വരും, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കിടക്കേണ്ടി വരും. അപ്പോ എത്രയും കുറച്ചാണ് അവിടെ സമയം കൊടുക്കുന്നത്. ആളുകളെ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സാധിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അവിടെ ആളുകൾ അധികം കിടക്കില്ലല്ലോ. ഓക്കെ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അപ്പൊ എത്ര പേര് എന്ത് ചെയ്യുന്നത്, എത്ര സമയം രോഗികൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു റേഷ്യോ നോക്കാറുണ്ട്. ഓക്കെ, മൂന്നാമത്തേത് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. ഡോക്ടറെ കാണാതെ എത്ര പേര് അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എമർജൻസി കെയർ കിട്ടാതെ, എമർജൻസി കെയർ കിട്ടണമെങ്കിൽ എന്ത് വേണം, അവിടെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെ ഡോക്ടറെ കാണാതെ എത്ര രോഗികള് മറ്റു ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, അതിന്റെ ഒരു ഇത് നോക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് അതൊക്കെ പറയുന്നത്. ഇവിടെ ക്വാളിറ്റി അളക്കുന്നതാണ്. നാലാമത്തത് ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ഓക്കെ, അതായത് ട്രീറ്റ്മെന്റിന് എത്ര സമയം വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഒരു രോഗിയെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ, ഇനീഷ്യൽ അസസ്മെന്റ്, ട്രീറ്റ്മെന്റ് അല്ല കേട്ടോ, സോറി, ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ രോഗിയെ കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് തന്നെ BP ചെക്ക് ചെയ്യും, അവരുടെ വെയിറ്റ് ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഇനീഷ്യൽ അസസ്മെന്റ് ആയിട്ട് വരാറുണ്ട്. അവരുടെ എന്താ പറയാ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ അസസ്മെന്റിൽ വരുന്നതാണ്. അപ്പൊ എത്ര സമയം ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇവർക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ, അതിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുറെ സമയം എടുത്തിട്ടാണോ ഇനീഷ്യൽ അസസ്മെന്റ് രോഗികളിൽ നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അടുത്തത് ടൈം ടു ട്രീറ്റ്മെന്റ്. ഇനി ഇനീഷ്യൽ അസസ്മെന്റിനൊക്കെ ശേഷം, ട്രയേജിനൊക്കെ ശേഷം എത്ര സമയം കൊണ്ടാണ് രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഇമ്മീഡിയറ്റ് കെയർ ആണ് കൊടുക്കേണ്ടത് അല്ലെ, എത്ര സമയം കൊണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അതിന്റെ ഒരു ഇത് എടുക്കുന്നുണ്ട്. ദെൻ സർവീസ് എക്സ്പീരിയൻസ് ലാസ്റ്റ് എന്ന് പറയുന്നത്, അതായത് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ സർവീസ് എക്സ്പീരിയൻസ് എത്രയാണ്. ഇപ്പൊ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ സ്കിൽഡ് ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ജോലി ചെയ്യുന്നത്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരുടെ ഒരു സർവീസ് ഹിസ്റ്ററി, എങ്ങനെയാണ് അവര് ആളുകളെ ട്രീറ്റ് ചെയ്തിരുന്നത്, നല്ല രീതിയിലാണോ അവിടെ അവർക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്, അവരുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്, എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതിന്റെയൊക്കെ ഒരു പെർസെന്റേജ് എടുക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്.
ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. ഓക്കെ, മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ എത്ര പേര് വന്നിട്ട് അവരെ അതായത് അങ്ങനെയുള്ള പേഷ്യൻസിന് എത്ര പേരെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത്. പിന്നെ അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സ്പെൻഡ് ചെയ്യുന്ന രോഗികള്, അത് എത്ര സമയം അവരവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് സീൻ, എത്ര പേര് ഡോക്ടറെ കാണാതെ തിരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനീഷ്യൽ അസസ്മെന്റിന് എത്ര സമയം എടുക്കുന്നുണ്ട്, പിന്നെ ട്രീറ്റ്മെന്റിന് എത്ര സമയം എടുക്കുന്നുണ്ട്, ദെൻ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ സർവീസ് എക്സ്പീരിയൻസ് എത്രയാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇതിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ, അതിൽ ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. The ED must be organized and administrated to meet the healthcare needs of its population. അതായത് അവിടെ വരുന്ന ആളുകളുണ്ടല്ലോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ, അതായത് അവിടെ വരുന്ന പോപ്പുലേഷൻ, അവിടെ വരുന്ന ആളുകളുടെ എണ്ണത്തിന് കാര്യമായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടെ പറയുന്നത് കേട്ടോ. ഇപ്പൊ ഒരു 10 പേര് വന്നാലും 100 പേര് വന്നാലും എന്ത് ചെയ്യണം? അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് കൊടുക്കാനായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് കഴിയണം. അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആണോ? CMOന്റെ ഫുൾ ഫോം എന്താ? CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ചീഫ് മെഡിക്കൽ ഓഫീസർ എന്നാ പറഞ്ഞത്. ആരാ? ആതിര മാം. ചീഫ് മെഡിക്കൽ ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പ്രവർത്തിക്കുന്ന ആളാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ. അദ്ദേഹത്തിന് CMO എന്ന് തന്നെയാ പറയുന്നത് കേട്ടാ. പക്ഷെ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ്. ഇദ്ദേഹം ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ CMO എന്ന് പറയുന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണെങ്കിൽ നമ്മൾ ചീഫ് മെഡിക്കൽ ഓഫീസർ എന്നാ പറയാ. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇരിക്കുന്ന ഓഫീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതായത് ഭയങ്കര ഹൈസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആള്. CMO അതായത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്ന ഹൈസ്റ്റ് പൊസിഷൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ പഠിക്കുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ CMO എന്ന് പറയുന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് ഒന്ന് പറഞ്ഞുതരൂ. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് അല്ലെ? ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ രോഗിയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ട് ഉടനെ ഡെത്ത് ആയി. ഓക്കെ, ഡെത്ത് ആയി കഴിയുമ്പോൾ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് പറ്റിയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിലോ, അവരുടെ ആ ഡെത്ത് സംഭവിച്ചതിന് ശേഷം ഉടനെ തന്നെ എന്ത് ചെയ്യും? പോസ്റ്റ്മോർട്ടത്തിന് വിടും. ഓക്കെ, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോലീസ് വന്ന് റിപ്പോർട്ട് തയ്യാറാക്കി അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ വരുന്നത് കേട്ടോ. അതായത് ക്ലിനിക്കൽ ആയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കോഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? മാം ഓറഞ്ച് എന്താ? ഓറഞ്ച് ഡിസാസ്റ്റർ ആണ്, ദുരന്തം. ദുരന്ത സമയത്താണെങ്കിൽ ആ ദുരന്തമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിൽ ഉടനെ തന്നെ ഏത് കോഡാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഓറഞ്ച് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. കോഡ് റെഡ് എന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്? കോഡ് റെഡ് ഫയർ. കോഡ് റെഡ് ഫയർ ആണ്. ഓക്കെ, പിന്നെ കോഡ് ഗ്രീൻ ഇവാക്വേഷൻ. കോഡ് ഗ്രീന് ഇവാക്വേഷൻ. കോഡ് ബ്ലാക്ക് ബോംബ് ത്രെഡ്. കോഡ് പിങ്ക് പീഡിയാട്രിക്സ്. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ്. ഡിസാസ്റ്റർ കോഡ് ഓറഞ്ച്, റെഡ് ഫയർ. കോഡ് പിങ്കിന് എക്സാമ്പിൾ അറിയോ? എന്താ?
കോഡ് പിങ്കിന് എക്സാമ്പിൾ പറയോ ഒന്ന്? കോഡ് പിങ്ക് ഇപ്പോ പറയുവാണെങ്കില് കോഡ് പിങ്ക് ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോഡ് പിങ്ക് അല്ലെ? പീഡിയാട്രിക്സ് അല്ലേ കോഡ് പിങ്ക്? അതെ. ആ, അതായത് ഇപ്പോ സ്കൂളുകളിൽ നിന്നൊക്കെ ചിലപ്പോ ഭക്ഷണങ്ങളിലൊക്കെ മായം കലർന്നിട്ട് അല്ലെങ്കിൽ വിഷം കലർന്നിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവരാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെല്ലുമ്പോൾ ഉടനെ തന്നെ ഏതാണ് അലർട്ട്, ഏത് കോഡാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കോഡ് പിങ്ക് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. പീഡിയാട്രിക്സ് ജസ്റ്റ് അത് മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കോഡ് ഗ്രീൻ ഏതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്? കോഡ് ഗ്രീൻ ഇവാക്വേഷൻ. ഇവാക്വേഷൻ, ഒഴിപ്പിക്കൽ. പറഞ്ഞാല് ഒഴിപ്പിക്കല് കേട്ടോ, ഒഴിപ്പിക്കല്. ഇപ്പൊ പെട്ടെന്നൊരു എന്താ പറയാ ഭൂകമ്പ സാധ്യത ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഹോസ്പിറ്റലുകളിലൊക്കെ പെട്ടെന്ന് ആ കെട്ടിടം തകർന്ന് വീഴാൻ പോകുന്നുള്ള ഒരു മുന്നറിയിപ്പ് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ആ കെട്ടിടത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ആളുകൾ ഒഴിപ്പിക്കുക അല്ലെ? അതാണ് കോഡ് ഗ്രീൻ കേട്ടോ. ഓക്കെ, നഴ്സിംഗിന്റെ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞുതരാ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഫിനിഷ് ആവും. അതിനുശേഷം ഞാൻ നിങ്ങളെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഉള്ളൂ. അടുത്തൊരു ക്ലാസ്സിൽ എന്താ പറയാ ഇത് തീരെ പിന്നെ നമ്മളൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ഇതന്നപ്പോ ഇതുവരെ ഉള്ളത് എന്ത് ചെയ്യാം? മെഡിക്കോ ലീഗൽ കേസുകള് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കാം കേട്ടോ. ഏതൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസുകൾ വരുന്നത്? പോയ്സൺ, റേപ്പ്, അസാൾട്ട്സ്, പിന്നെ വേറെ ഏതാന്ന് എനിക്കറിയില്ല. ട്രോമ, ആക്സിഡന്റ് ആൻഡ് ട്രോമ, ആക്സിഡന്റ് ആൻഡ് ട്രോമ, പിന്നെ അൺകോൺഷ്യസ് പേഷ്യന്റ്, അൺകോൺഷ്യസ് ഡെഡ് ടു ബി ബോട്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു? ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം? നോക്കി വെക്കുക. ഏതൊക്കെ കേസുകളിലാണ് MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്യുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ക്വസ്റ്റ്യൻസ് കൊണ്ടുവരും ഞാൻ. അപ്പൊ വർക്ക് ചെയ്യിപ്പിക്കാം. താങ്ക് യു ഓക്കെ മാം. മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. ഇപ്പൊ പറഞ്ഞില്ലേ എന്താ MLCന്റെ ഇത് അസാൾട്ട്സ്, റേപ്പ്, പോയ്സൺ, ആക്സിഡന്റ് ആൻഡ് ട്രോമ, വേറെ ഒന്നുകൂടെ പറഞ്ഞില്ലേ? അത് അവിടെ തന്നെ ഉണ്ടല്ലോ റെക്കോർഡ്സില്. ഓക്കെ. Unconscious.